തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് ഡ്രൈവറെ കിളിമാനൂർ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കിളിമാനൂർ എസ്എച്ച്ഒ ബി ജയൻ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്ത ബസ് ഡ്രൈവർ അർജുനെ പോലീസ് ജീപ്പിൽ വെച്ചും സ്റ്റേഷനിൽ എത്തിച്ചും കൂട്ടം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. വനിതാ പോലീസ് ഒഴികെ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും മർദ്ദിച്ചുവെന്ന് അർജുൻ 24-നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കിളിമാനൂർ സ്റ്റാൻഡിലോട്ട് വന്ന് കയറുന്ന വഴിയിൽ വരെയായിരുന്നു. അപ്പോഴത്തേക്കും സർക്കിളിൻ്റെ വണ്ടി ഓപ്പോസിറ്റ് റോങ് സൈഡ് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ച്. ഞാൻ ചീത്ത വിളിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചതാണ്. എന്നെ ബസ്സിൻ്റെ ബാക്ക് ഡോറിൽ കൂടെ വന്ന് എന്നെ പിടിച്ചിറക്കി ജീപ്പിൽ കയറ്റി ജീപ്പിലിട്ട് ഇടിച്ച് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. മാത്രമല്ല എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വനിതാ പോലീസ് മാത്രമേ ഇടിച്ചില്ല, ബാക്കി എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. അതിനുശേഷം എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ഒന്നുമില്ല, പൊയ്ക്കുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നേരെ വല്യൊന്നിൽ പോയി. അവിടെ നിന്ന് മെഡിക്കലിൽ പോയി, അവിടെ ഒരു ദിവസം കിടന്ന് അവിടെ നിന്ന് നേരെ കല്ലറ ആശുപത്രിയിലോട്ട് എന്നെ പറഞ്ഞു വിട്ട്. അവിടെ കിടന്നപ്പോഴത്തേക്കും അവിടുത്തെ പാങ്ങോട് സ്റ്റേഷനിലെ പോലീസ് വന്ന് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പരാതിയുമായി പോകുന്നുവെന്ന് മനസ്സിലാക്കിയ എസ്എച്ച്ഒ ബി ജയൻ ചികിത്സിച്ച ഡോക്ടറെ സ്വാധീനിച്ച് ചികിത്സ നിഷേധിച്ചെന്നും അർജുൻ പറയുകയാണ്. അവിടെ കിടന്നപ്പോഴത്തേക്കും അവിടുത്തെ പാങ്ങോട് സ്റ്റേഷനിലെ പോലീസ് വന്ന് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അവിടെ CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ CCTV ക്യാമറ ഉള്ള മുറിയിൽ നിന്നും ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി ഇടിച്ചു എന്നാണ് അർജുൻ പറയുന്നത്. ഇനി ആ CCTVയിൽ അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ഉണ്ടാവില്ല. CCTVയിൽ ദൃശ്യങ്ങൾ ഉണ്ടാവില്ലെങ്കിലും അർജുൻ്റെ പുറം കണ്ടാൽ അറിയാം ഏത് രീതിയിലുള്ള മർദ്ദനം ആ പോലീസ് സ്റ്റേഷനിൽ അർജുന് നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം. ആ സ്റ്റേഷനിലുള്ള നേരത്തെ നമ്മൾ കുന്നംകുളം സ്റ്റേഷനിൽ കണ്ട കാഴ്ച പോലെ വന്നവനും പോയവനും ഒക്കെ ഇടിച്ചു എന്നാണ് അർജുൻ്റെ ആരോപണം. അവിടെ വനിതാ പോലീസ് ഉണ്ടായിരുന്നു. വനിതാ പോലീസ് ഒഴികെ ബാക്കി എല്ലാവരും ദേഹത്ത് കൈവച്ചു. ആ കൈവച്ച പാടുകൾ പുറത്ത് നെടുമ്പുറത്തൊക്കെ കാണാനുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പോലീസ് അതിക്രമങ്ങളുടെ ആവർത്തിക്കുന്ന വാർത്തകളുടെ കൂട്ടത്തിൽ ഒന്ന് എന്നാണ് അർജുൻ്റെ വാർത്തയും പറയാനുള്ളത്. അതേ പാറ്റേണാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് അസഭ്യം വിളിച്ച പോലീസിനെ ചോദ്യം ചെയ്തു. അത് പോലീസിന് ഇഷ്ടപ്പെട്ടില്ല. പോലീസ് ഈഗോയെ മുറിപ്പെടുത്തുന്നു. പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു, ഇടിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.